സംസ്ഥാനത്ത് 15ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും രാഷ്ട്രീയമായ ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങളും വാഗ്ദാനങ്ങളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം പേറുന്ന CPIM-ഉം CPI-യും സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സാഹചര്യങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ധാരകളെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പുറത്തുള്ള ഇടതുപക്ഷ ധാരയിലുള്ള സംഘടനകളും വ്യക്തികളും ഉയർത്താറുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആവർത്തിച്ചുള്ള വിജയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പൊതുവെ ഗുണപരമല്ല എന്ന തരത്തിലായിരുന്നു ഇടതുപക്ഷ ചിന്തകരിൽ ബഹുഭൂരിപക്ഷ ആളുകളും ബദൽ ഇടതുപക്ഷ അന്വേഷണം നടത്തുന്ന സംഘടനകളും പരിസ്ഥിതി രംഗത്തെ ഒട്ടേറെ ഗ്രൂപ്പുകളും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങളും ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ തീവ്ര വലതുപക്ഷ സമീപനങ്ങളാണെന്നും അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി അധികാരത്തിൽ വരുന്നത് ഇടതുപക്ഷ ഭരണത്തേക്കാൾ അപകടകരമല്ല എന്നും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൊതുധാരയാണ് ഇവിടെ അനാരോഗ്യകരമായി വിലയിരുത്താൻ ഈ കൂട്ടർ ശ്രമിച്ചത്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഇടതുപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അവരുടെ തന്നെ നിലനിൽപ്പിനെ പല തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJP ഉയർത്തുന്ന അപകടകരമായ വർഗീയ വലതുപക്ഷ രാഷ്ട്രീയത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ 2004 മുതൽ 5 വർഷക്കാലം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇടതുപക്ഷം നൽകിയ പിന്തുണയാണ് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തിലധികം കൂടി ഭരിക്കുവാൻ അവർക്ക് അവസരമൊരുക്കിയത്. അതിന് സഹായകരമാകുന്ന ജനപക്ഷ നിലപാടുകളെന്ന് ഇന്ന് വിവരിക്കുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ ആ കാലത്ത് UPA സർക്കാരിന് എടുക്കുവാനും കഴിഞ്ഞിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള വിഷയത്തിലെ തീരുമാനം, ഭക്ഷ്യസുരക്ഷാ നിയമം, വിദ്യാഭ്യാസം ഒരു അവകാശമായി വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്, വന നിയമവുമായി ബന്ധപ്പെട്ട ആദിവാസികൾക്ക് ലഭിച്ച പുതിയ അവകാശങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ നെഹ്റുവിയൻ സമീപനത്തെ ഓർമ്മിപ്പിക്കും വിധം പല തീരുമാനങ്ങളും മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ആദ്യത്തെ 5 വർഷം എടുത്തുവെങ്കിൽ UPAക്ക് പിന്തുണ നൽകിയ രാഷ്ട്രീയ തീരുമാനം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിയായി മാറിയത് ബംഗാളിലെ ഇടതുപക്ഷ മുന്നണിയായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിലൂടെ ബംഗാളിൽ നിന്ന് രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട ഇടതുപക്ഷ മുന്നണി അവിടെ ഭരണത്തിൽ നിന്ന് ഒഴിവാകണമെന്ന് ബംഗാളിലെ CPIM, ഫോർവേഡ് ബ്ലോക്ക്, RSP, CPI തുടങ്ങിയ ഇടതുപക്ഷ മുന്നണിയിലെ അംഗങ്ങൾ ഒഴിച്ചുള്ള ഇടതുപക്ഷ ധാരയിലെ സംഘടനകൾ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ളൊരു പശ്ചാത്തലം തന്നെ ഒരുങ്ങിയത് ഇടതുപക്ഷ മുന്നണിക്ക് ആഗോളവൽക്കരണ കാലത്തുണ്ടായ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നത് ആരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഓപ്പറേഷൻ ബർഗ ബംഗാളിൽ നടപ്പാക്കിയതിലൂടെ ബംഗാളിലെ ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ ബർഗയ്ക്കുണ്ടായ വലിയ തിരിച്ചടി ഗ്രാമങ്ങളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി കാർഷിക വൃത്തികൾ മൊത്തത്തിൽ നഷ്ടത്തിലായപ്പോൾ കാർഷികമായ മുന്നേറ്റമുണ്ടാക്കിയ ബംഗാളിൻ്റെ ഗ്രാമങ്ങൾ കാർഷിക വൃത്തി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ആ അവസരത്തിൽ കൃഷിഭൂമി വ്യവസായവൽക്കരണത്തിന് കൈമാറാനുള്ള ഇടതുപക്ഷ തീരുമാനം അവരെ കൂടുതൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. അന്ന് ഇടതുപക്ഷ മുന്നണിയെ തകർക്കുവാൻ ആഗ്രഹിച്ച ഇടതുപക്ഷധാരയിലുള്ള ആളുകൾ ആഗ്രഹിച്ചത് ഇടതുപക്ഷ മുന്നണിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പരീക്ഷണം ബംഗാളിൽ നടക്കുമെന്നായിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ടാണ് മാവോയിസ്റ്റ് ആയിരുന്ന കിഷൻജി ഉൾപ്പെടുന്ന ആളുകൾ മുതൽ CPM-നെ തിരുത്തുവാനായി CPM-ന് പുറത്ത് സമരം ചെയ്യുന്ന വ്യക്തികളും സംഘടനകളും തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഇന്ന് ബംഗാളിനെ എവിടെ എത്തിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ നന്നാക്കുവാനുള്ള മാർഗം ഇടതുപക്ഷത്തെ തോൽപ്പിക്കലാണെന്നുള്ള ഇടതുപക്ഷ ധാരയിൽപ്പെട്ട ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും സമീപനം അപകടകരമാണെന്ന് പറയേണ്ടി വരുന്നത്. സംസ്ഥാനം ഇന്ന് അനുഭവിക്കുന്ന ബഹുമുഖമായ തിരിച്ചടികളുടെ യഥാർത്ഥ കാരണം ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ വികസന പദ്ധതികളാണെന്ന് ആരും സമ്മതിക്കും. അതിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചുള്ള പിഴവുകളെ ഇടതുപക്ഷ ധാരയിൽപ്പെടുന്ന ആളുകളുടെ ജനകീയ സമരങ്ങളിലൂടെ ആയിരിക്കണം തിരുത്തപ്പെടേണ്ടത്. കേരള വികസനത്തെപ്പറ്റി എല്ലാ അർത്ഥത്തിലും വികലമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന കോൺഗ്രസിൻ്റെയും മറ്റ് വലതുപക്ഷ ധാരകളുടെയും കേരളീയ രാഷ്ട്രീയത്തിലെ സമീപനങ്ങൾ തന്നെയാണ് കേരളത്തിൽ വർഗീയ വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിച്ചത്. ജാതിമത സംഘടനകൾക്ക് പൊതുസമൂഹത്തിൽ വർദ്ധിച്ച തരത്തിൽ ഇടപെടാൻ അവസരമുണ്ടാക്കിയത് 57-ലെ മന്ത്രിസഭയെ അട്ടിമറിക്കുവാനായി കോൺഗ്രസ് നടത്തിയ വിമോചന സമരവും അവിടെ കത്തോലിക്ക സഭയ്ക്കും NSSനും SNDPക്കുമൊക്കെ കോൺഗ്രസ് നൽകിയ മുന്തിയ പരിഗണനയുമായിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷത്തെ നന്നാക്കാനുള്ള മാർഗം കോൺഗ്രസ് നേതൃത്വമെടുക്കുന്ന മുന്നണിയെ ജയിപ്പിക്കലാണെന്ന് നേരിട്ടും അല്ലാതെയും പറയുന്ന ഇടതുപക്ഷധാരയിലെ നേതാക്കളും സംഘടനകളും അവർ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ പൊതു ലോകത്തിന് എത്ര ചെറുതെങ്കിലും പ്രധാനപ്പെട്ട സംഭാവന ചെയ്യുന്ന CPM-ൻ്റെയും CPI-യുടെയും തകർച്ച കേരളത്തിൻ്റെ പൊതു ഇടതുപക്ഷ രാഷ്ട്രീയ ലോകത്തിനുണ്ടാകുന്ന വലിയ തിരിച്ചടിയായി മനസ്സിലാക്കണം. അടുത്ത 5 വർഷത്തെ കേരളത്തെപ്പറ്റിയുള്ള ചില ധാരണകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളത്. അവരുടെ പ്രകടന പത്രികകൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ഈ 2 പ്രകടന പത്രികകളും അത്ര കണ്ട് വ്യത്യസ്തമല്ല എന്നാണ്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തികമായ പ്രതിസന്ധി സ്വാഭാവികമായും ഊഹമൂലധനത്തിൻ്റെ വർദ്ധിച്ച സ്വാധീനം കൊണ്ട് സാധാരണ ജനങ്ങളും സർക്കാരും പാപ്പരായിത്തീരുന്നു എന്നതിൻ്റെ പരിണിത ഫലമാണ്. സംസ്ഥാനം സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലേക്ക് അതിൻ്റെ സ്വത്തുവകൾ കൈമാറാൻ ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കേരളവും കടക്കേണ്ടി വരുന്നത് സർക്കാരുകൾ തന്നെ അപ്രസക്തമാകണമെന്നുള്ള ആഗോള കോർപ്പറേറ്റ് അജണ്ടകളുടെ ഭാഗമാണ്. അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെട്ട ബദലുകൾ അവതരിപ്പിക്കുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ കേരളത്തിൻ്റെ പൊതുമുതലുകൾ സ്വകാര്യവൽക്കരിക്കുവാൻ വെമ്പുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന പല ആരോപണങ്ങളും അവർ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നതിൻ്റെ മാത്രം പിൻബലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ നിലവിലുള്ള ഇടതുപക്ഷ മുന്നണിയെ ഏറെയധികം വിമർശിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുന്നണി പോരാളികൾ ഉയർത്തുന്ന ഉത്കണ്ഠകളും ഇടതുപക്ഷ ധാരയിലെ CPM CPI വിരുദ്ധ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളും പങ്കുവെക്കുന്ന പലതരത്തിലുള്ള വിമർശനങ്ങളും ഫലത്തിൽ കേരളത്തെ പരിപൂർണമായും സ്വകാര്യവൽക്കരിക്കുവാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. കേരളത്തിൻ്റെ അടുത്ത 1/4 നൂറ്റാണ്ട് എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും മാതൃകാപരമായ ഉത്തരങ്ങൾ തരുന്നില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളെ ഗൗരവതരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കി
അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷവൽക്കരണത്തെ തടയിടുവാൻ കേരളത്തിലെ വ്യത്യസ്ത ഇടതുപക്ഷ ധാരയിൽപ്പെടുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും ഗൗരവതരമായ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെങ്കിൽ CPM-നകത്തും പുറത്തുമുള്ള അതിലെ അനുഭാവികളും അതിൻ്റെ വക്താക്കളും ശരിയായ ഇടതുപക്ഷ ധാരയിലേക്ക് എത്തുവാൻ നിർബന്ധിതമാകും. CPM-നെയും CPI-യെയും തകർത്തുകൊണ്ട് കേരളത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയ മുന്നേറ്റം ഈ പുതിയ സാഹചര്യത്തിൽ അസാധ്യമാണെന്നിരിക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ നിലപാടുകളെ വലതുപക്ഷ പ്രസ്ഥാനങ്ങളോട് കൂട്ടുചേർന്ന് നിൽക്കാതെ ഗൗരവതരമായി വിമർശിക്കുവാനുള്ള അവസരമാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഭൂമിയുടെ വിഷയത്തിൽ പഴയകാല നിലപാടുകളെ ഇടതുപക്ഷ പാർട്ടികൾ കൈയൊഴിഞ്ഞു എന്നതാണെന്ന് മനസ്സിലാവും. 1957 ജാതി ജന്മി നാടുവാഴുത്ത സ്വാധീനം കേരളത്തിൽ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജന്മിത്വത്തെ പൂർണ്ണമായും കടപുഴകി എറിയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഭൂ ഉടമസ്ഥതയെ പുനർവ്യാഖ്യാനിക്കാനുള്ള ശ്രമം ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് ഏതൊരു ഇടതുപക്ഷ ധാരയിൽപ്പെട്ട ആളും സമ്മതിക്കും. 7 ലക്ഷം ഏക്കറോളം ജന്മികളുടെ കൈവശമുണ്ടായിരുന്ന ദേവസ്വത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി അതിൽ പണിയെടുക്കുന്നവർക്ക് സ്വന്തമാക്കുവാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ അതേ സർക്കാരിൻ്റെ തുടർച്ചയായി വന്ന മറ്റു സർക്കാരുകൾ ഏറ്റവും അവസാനം 1971 70,000 ഏക്കർ ഭൂമി മാത്രമാണ് വിതരണം ചെയ്യുവാൻ തയ്യാറായത്. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥതയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷം എന്നാൽ ആ ഭൂമിയുടെ ഉടമസ്ഥരായി മാറ്റിയെടുക്കേണ്ട ദളിത് ആദിവാസി വിഭാഗങ്ങളെ പൂർണ്ണമായും മറക്കുകയായിരുന്നു. സംസ്ഥാനത്ത് മാനവ വിഭവ ശേഷിയുടെ കാര്യത്തിൽ വലിയ ചലനങ്ങൾ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ പൊതുവായ ഉണർവ് അതേ തരത്തിൽ സ്വന്തമാക്കുവാൻ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും തീരദേശത്തെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾക്കും കഴിയാതിരുന്നത് ഭൂ ഉടമസ്ഥതയിലുണ്ടായ വിപ്ലവകരമായ മാറ്റം അവർക്ക് ഗുണപരമായി മാറാതിരുന്നതാണ്. അപ്പോൾ 1957 അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പഴുതുകൾ ഏറ്റവും പ്രധാനമായിരുന്ന പ്ലാന്റേഷനുകളെ ഒഴിവാക്കിയുള്ള ഭൂമിയുടെ പുനർവിതരണം എന്ന വിഷയം, വിതരണം ചെയ്ത ഭൂമി തന്നെ മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ലഭിക്കാതിരുന്ന സാഹചര്യം, ഇവയൊക്കെ ജനസംഖ്യ ഇരട്ടിയായി വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ തരത്തിലുള്ള ഭൂ ഉടമസ്ഥ വിഷയത്തിൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഭൂമിയെ ഊഹമൂലധനത്തിൻ്റെ വിപണിയായി മാറ്റുവാൻ ആഗോളവൽക്കരണം വലിയ സാധ്യതകൾ ഉണ്ടാക്കുമ്പോഴാണ് ഭൂമി ലഭ്യമായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ കാർഷിക വൃത്തിയിൽ താല്പര്യം കാണിക്കാതെ ആ ഭൂമിയെ ഊഹവിപണിക്ക് കൈമാറുവാൻ താല്പര്യം എടുത്തത്. ഭൂമിയുടെ ഉടമകളല്ലാതായി മാറിയ ദളിതരും ആദിവാസികളും മറ്റുള്ളവരും സംസ്ഥാനത്തിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ മുന്നേറ്റത്തിൽ അവർ പുറത്തു പോകേണ്ടി വന്നു. സംസ്ഥാനത്ത് 26,000-ലധികം വരുന്ന കോളനികളിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ദളിതരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സേവന മേഖലയിലുമൊക്കെ ആഗോളവൽക്കരണം നടപ്പിലാക്കിയ തീരുമാനങ്ങൾ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ വിപ്ലവകരമായ ഒരു പൊളിച്ചെഴുത്തിന് കേരളം തയ്യാറാകേണ്ടതുണ്ട് എന്നിരിക്കെ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പുതിയ പ്രകടന പത്രികയും മൗനം അവലംബിക്കുകയാണ്. ഇവിടെയാണ് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ, വിശിഷ്യ ദളിത് പൊളിറ്റിക്സിനെ ഗൗരവതരമായി കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ആഗോളവൽക്കരണത്തിനെതിരെയുള്ള അവരുടെ സുതാര്യമല്ലാത്ത നിലപാടുകളെ പൊതുസമൂഹം ഗൗരവതരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ടത്.
സംസ്ഥാനത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായി മുന്തിയ പരിഗണന കൊടുക്കേണ്ടിയിരുന്നത് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് സംഭവിച്ച തെറ്റ് തിരുത്തപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പരിമിതമായി കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് വിഭാഗങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്ന ആഗോളവൽക്കരണത്തിനെതിരെയുള്ള വലിയ സമരങ്ങളാണ് യഥാർത്ഥത്തിൽ ദളിതരുടെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെയും ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. ആഗോളവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾ വലിയ കൊള്ളകൾ നടത്തുമ്പോൾ, വിദ്യാഭ്യാസ മേഖല തന്നെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുമ്പോൾ, സംവരണം തന്നെ പരിപൂർണമായും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, ഭൂമിയെ ഊഹമൂലധന വിപണിക്ക് വേണ്ടി മാത്രം ഒരുക്കിയെടുക്കുന്ന സാഹചര്യത്തിൽ ആഗോളവൽക്കരണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമര അജണ്ടയായി കാണുവാൻ ദളിത് ആദിവാസി വിഭാഗങ്ങളും ഇടതുപക്ഷധാരയിലുള്ള പ്രവർത്തകരും തൊഴിലാളി വർഗവും ഒന്നിച്ച് നിന്ന് നടത്തേണ്ട സമരങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ള പരിമിതികളെയും പഴുതുകളെയും വിമർശിച്ചുകൊണ്ട് ശരിയായ വിശാലമായ അർത്ഥത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ മുന്നേറ്റമാണ് കേരളത്തിലും ഉണ്ടാകേണ്ടത്. എന്നാൽ ആഗോളവൽക്കരണത്തിൻ്റെ ഗുണഭോക്താക്കളായി ദളിത് വിഭാഗത്തിലെ ഏതെങ്കിലും കുറേ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സിഇഒമാരായി ദളിത് വിഭാഗത്തിലെ ആളുകളുടെ വർദ്ധിച്ച സാന്നിധ്യമുണ്ടാകുകയാണെങ്കിൽ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഉടമകളായി ദളിത് ആദിവാസി വിഭാഗത്തിലെ കുറേ ആളുകൾക്ക് കടന്നു വരാൻ കഴിയുമെങ്കിൽ ആഗോളവൽക്കരണം അപകടമല്ല എന്ന തരത്തിലുള്ള സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയ അജണ്ടകളെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കലിൻ്റെ ഭാഗമാണ്. കേരളം ഇന്ന് അനുഭവിക്കുന്ന ഗൗരവതരമായ രാഷ്ട്രീയ പ്രതിസന്ധി അത് സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയായി മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷികളായി മാറേണ്ടി വരുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും അത് കഴിഞ്ഞാൽ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുമാണ്. അതുകൊണ്ട് കേരളം പരിപൂർണമായും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ കടന്നുവരവിന് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഗൗരവതരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ തന്നെ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരകൾ ഗൗരവതരമായ രാഷ്ട്രീയ സമരങ്ങൾ നടത്തി ആഗോളവൽക്കരണത്തിൻ്റെ ഗൗരവതരമായ അട്ടിമറി അജണ്ടകളെ ഒറ്റപ്പെടുത്തുകയും അതിനോടൊപ്പം നിൽക്കുന്ന മതജാതി വംശീയ വർഗീയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ തകർക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യ ശത്രു എന്നത് വർഗീയ രാഷ്ട്രീയവും അത് കഴിഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ നടത്തിപ്പുകാരായ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമായി മാറും. അവിടെ അവശേഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിമിതികളും ജനവിരുദ്ധ സമീപനങ്ങളും വളരെ ഗൗരവതരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബദലായി ഒരു ജനകീയ ഇടതുപക്ഷ രാഷ്ട്രീയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശത്രുക്കളായി കേരളത്തിലെ ഇടതുപക്ഷധാരയിലെ ആളുകളെ മാറ്റിയെടുക്കൽ എന്നത് ആഗോളവൽക്കരണത്തിൻ്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും അജണ്ട നടപ്പാക്കലായി വിലയിരുത്തണം.